ഏറ്റവും സ്നേഹമുള്ള മേരി യൂണച്ച, ബിബിനച്ച, സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, പ്രിയ ബഹുമാനപ്പെട്ട മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ കുർബാന പുസ്തകത്തിൽ മെയ് 1 കൊടുത്തിരിക്കുന്ന ഒരു തലക്കെട്ട് ഇപ്രകാരമാണ്: തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പ്. വേദപുസ്തകത്തിൽ എങ്ങും കാണാത്ത ഒരു ടൈറ്റിലാണ് സഭ വിശുദ്ധ യൗസേപ്പിന് ഈ കുർബാന പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്നത്. നീതിമാനായ യൗസേപ്പ് എന്നും ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യൗസേപ്പ് എന്നും മറിയത്തിന്റെ ഭർത്താവായ യൗസേപ്പ് എന്നും തച്ചന്റെ മകനായ യേശു, അങ്ങനെ തച്ചനായ യൗസേപ്പ് എന്നുമൊക്കെ സുവിശേഷം യൗസേപ്പിനെ സംബോധന ചെയ്യുന്നുണ്ട്. ഇന്ന് മെയ് 1 തൊഴിലാളി ദിനം. അന്നേ ദിനം സഭ വിശുദ്ധ യൗസേപ്പിനെ തൊഴിലാളികളുടെ മധ്യസ്ഥനായിട്ട് ആദരിക്കുകയാണ്. 1955 പിയൂസ് 12 മാർപ്പാപ്പയാണ് തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പിൻ്റെ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കണമെന്ന് സഭയിൽ വിളംബരം ചെയ്തത്. അന്ന് തുടങ്ങി ഇന്നോളം വിശ്വാസ സമൂഹം ഈ ദിനത്തിന് പ്രത്യേകമായിട്ട് യൗസേപ്പിൻ്റെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. യൗസേപ്പിനെ പറ്റി ഇന്ന് ആമുഖത്തിൽ അച്ഛൻ പറഞ്ഞതുപോലെ പാവപ്പെട്ട ഒരു വിശുദ്ധൻ, എന്നാൽ ഇത്രത്തോളം മഹത്വവൽക്കരിക്കപ്പെടുന്ന ഒരു ജീവിതം മറ്റു വ്യക്തികളിൽ നിന്നും വിഭിന്നമായിട്ട് ഈ മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ടോ എങ്കിൽ ഇന്നത്തെ ദിനത്തിൻ്റെ പ്രാർത്ഥനയും ചൈതന്യവുമൊക്കെ അല്പം ഗഹനമായിട്ട് അറിയേണ്ടത് ഉചിതമാണെന്ന് തോന്നുന്നു. മനുഷ്യ അധ്വാനത്തിൻ്റെ മഹത്വം എന്താണെന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിൽ പങ്കുചേരുന്ന മനുഷ്യൻ്റെ ജീവിത ശൈലിയാണ് തൊഴിൽ എന്നത്. ദൈവം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന എല്ലാ സൃഷ്ടവസ്തുക്കളും അതിൻ്റെ പൂർണ്ണതയിലേക്ക് മനുഷ്യൻ തൻ്റെ പങ്ക് കൂടി ചേർത്ത് വയ്ക്കുന്നതാണ് മനുഷ്യൻ്റെ തൊഴിലിൻ്റെ മഹത്വം എന്നത്. അതിനാൽ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം 15 വാക്യം ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുക: ഏദൻ തോട്ടം കൃഷി ചെയ്യുവാനും സംരക്ഷിക്കുവാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെയാക്കി. അപ്പോൾ സൃഷ്ടികർമ്മത്തിൻ്റെ തൊഴിലിൻ്റെ മഹത്വം എന്നത് കൃഷി ചെയ്യുക, അല്ലെങ്കിൽ ജോലി ചെയ്യുക, ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ തൊഴിലിനോട് അനുബന്ധമായ മറ്റ് കാര്യങ്ങളെ സംരക്ഷിക്കുക എന്നീ 2 ദൗത്യങ്ങളാണ് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ ഈ തിരുനാൾ ദിനം നാം വിചിന്തനം ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും പോകുന്നത്. വിശുദ്ധ യൗസേ പിതാവ് തച്ചനായിരുന്നു, യേശുവിൻ്റെ വളർത്തു പിതാവ് ആയിരുന്നു. അതിനാൽ തന്നെ കുലത്തൊഴിൽ എന്ന് പറയുന്ന ഈ തച്ചൻ്റെ പണി യേശുവും പിൽക്കാലത്ത് ഏറ്റെടുക്കുകയാണ്. അവനും ഒരു മരപ്പണിക്കാരൻ ആയിരുന്നു. അതിനാൽ തന്നെ സുവിശേഷത്തിൽ മിക്ക സ്ഥലങ്ങളിലും ഇന്ന് വായിച്ചു കേട്ടിടത്തും ജനം യേശുവിനെ സംബോധന ചെയ്യുന്നത് ഇവൻ തച്ചൻ്റെ മകനല്ലേ. ഒരപ്പൻ്റെ തൊഴിലിനോടും അപ്പൻ്റെ ജീവിത ശൈലിയോടും ചേർത്ത് മക്കൾ അറിയപ്പെടുന്നത് ഒരു മകൻ്റെ ജീവിത വളർച്ചയിൽ പിതാവിന് അല്ലെങ്കിൽ മാതാവിന് ലഭിക്കുന്ന ആനന്ദം പറഞ്ഞറിയിക്കുക സാധ്യമല്ല. അവൻ തച്ചൻ്റെ മകനല്ലേ. അപ്പോൾ പിതാവിൻ്റെ തൊഴിലിനോട് ചേർത്ത് മകനെയും ചേർത്ത് വായിക്കുന്ന ഒരു വിശ്വാസ പാരമ്പര്യത്തിലൂടെയാണ് ബൈബിൾ യേശുവിനെയും നോക്കിക്കാണുന്നത്. അത്രമാത്രം ആഴത്തിലുള്ള ഒരു പിതൃപുത്ര ബന്ധത്തിലേക്ക് വചനം യേശുവിനെയും കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഇതിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഈ തിരുനാളിനെ നാം നോക്കിക്കാണേണ്ടത്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക ജീവിതകാലത്ത് ലബോറും എക്സർച്ചിസ് എന്ന ചാക്രിക ലേഖനത്തിലൂടെ, അധ്വാനത്തിലൂടെ എന്നാണ് അതിന് അർത്ഥം,
1981 സെപ്റ്റംബർ മാസം 14 തൊഴിലിൻ്റെ മഹത്വത്തെപ്പറ്റി സഭയെ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്: ജോലി ചെയ്യുന്നവരുടെ അന്തസ്സിലേക്കും അവകാശങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്തുക എന്നത് സഭയുടെ കടമയാണ്. ഈ അന്തസ്സും അവകാശങ്ങളും ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ അപലപിക്കേണ്ടതും സഭയുടെ കടമയാണ്. മനുഷ്യന്റെ ആധികാരികമായ പുരോഗതി ഉറപ്പാക്കുന്നതിന് സാമൂഹികമായ മാറ്റങ്ങൾക്ക് വഴികാട്ടേണ്ടതും സഭയുടെ കടമയാണ്. തൊഴിൽ എന്ന ദൈവിക പദ്ധതിക്ക് സഭ കൊടുക്കുന്ന മാനദണ്ഡം എന്തെന്ന് വളരെ സ്പഷ്ടമായിട്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കുകയാണ്. ലോകത്തിൽ തൊഴിലിനെ എപ്രകാരം ആദരിക്കപ്പെടണമെന്നും തൊഴിൽ ചെയ്യുന്ന വ്യക്തിയുടെ മാനസികമായ സംഘർഷങ്ങളിൽ സഭ എത്രമാത്രം പ്രാർത്ഥനാ ചൈതന്യത്തോടുകൂടി ഒന്നായിരിക്കണമെന്നും തൊഴിൽ അനുഭവിക്കുന്ന ചൂഷണങ്ങൾക്കെതിരെ സഭ എത്രത്തോളം ശബ്ദമുയർത്തണമെന്നും ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയെ പഠിപ്പിച്ചു. സുവിശേഷം നീതിമാൻ എന്ന് മുദ്ര ചാർത്തി കൊടുത്തവനാണ് യൗസേ പിതാവ്. ഒരു നീതിമാൻ എന്നതിന് നാം നിർവചിക്കുന്ന ഒരു നിർവചനം ഇപ്രകാരം ഏറ്റവും ആദരണീയമാണെന്ന് എനിക്ക് തോന്നുന്നു. നീതിമാൻ എന്നാൽ ദൈവഹിതത്തിൻ്റെ പ്രകടനമെന്ന നിലയിൽ നിയമത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി. ഒരുപക്ഷെ യൗസേ പിതാവിനോളം ഈ ഒരു നിർവചനം സുവിശേഷങ്ങളിൽ ചേർത്ത് വെച്ച് വായിക്കുവാൻ മറ്റൊരുവൻ ഇല്ല എന്ന് തന്നെ പറയാം. നിശബ്ദമായി ദൈവിക നിയമങ്ങൾക്ക് നിശബ്ദതയോടെ കീഴ്വഴങ്ങി നീതിമാൻ ഒത്ത ജീവിത ശൈലി ജീവിച്ച് തീർത്ത ഒരു മഹനീയമായ ഒരു ജീവിത മാതൃക. അതിനാൽ തന്നെ യൗസേ പിതാവിൽ വിളങ്ങി നിന്നിരുന്ന ചില കടമകളെ പറ്റി ചിന്തിക്കുന്നത് അഭികാമികമാണെന്ന് എനിക്ക് തോന്നുന്നു. മറിയത്തിൻ്റെ ഭർത്താവായ യൗസേപ്പ് ഒരു ഭർത്താവിനൊത്ത കടമകളെല്ലാം ജീവിതത്തിൽ നിറവേറ്റി പൂർണ്ണത കൈവരിച്ച ഒരു ജീവിതത്തിൻ്റെ ഉടമ. ഓർക്കുക, പേരെഴുതിക്കാനായി പോകുന്ന സാഹചര്യവും സത്രത്തിൽ സ്ഥലം ലഭിക്കാതിരുന്നപ്പോൾ ഒരു കാലിത്തൊഴുത്ത് അവളുടെ പ്രസവ യോഗ്യമാക്കി തീർത്തതും തുടർന്ന് രായ്ക്ക് രാമായണം, അതായത് ബെത്ലഹേം വിട്ട് ഓടേണ്ടി വന്നതും ഈജിപ്തിലേക്കുള്ള പലായനവും തിരിച്ച് നസ്രത്തിൽ വന്ന് കുടിയേറി പാർക്കുന്നതും അവിടുന്ന് അങ്ങോട്ട് ശിശുവായ യേശുവിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കുന്നതും തുടങ്ങി ഒരു കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുവാൻ ഒരു പിതാവ് അനുഭവിക്കുന്ന ക്ലേശങ്ങളുമെല്ലാം ഈ പിതാവ് എത്ര സുന്ദരമായിട്ടാണ് ക്ലേശങ്ങളിലും അടിപതറാതെ സ്വയം ഏറ്റെടുത്തത്. അതാണ് ഒരു പിതാവ് എന്ന നിലയിൽ പൂർണ്ണത കൈവരിച്ച ഒരു ജീവിതത്തെ മാതൃകയെന്ന് യൗസേപ്പിനെ നാം കാണുന്നത്. അതോടൊപ്പം മറിയത്തിൻ്റെ തികഞ്ഞ ഒരു ഭർത്താവ്, അവളെ സംരക്ഷിക്കുകയും അവൾക്ക് വേണ്ടതെല്ലാം നൽകുകയും ചെയ്ത് തൊഴിലിനോട് ഏറ്റവും പൂർണ്ണത കൈവരിച്ച ഒരു ജീവിത മാതൃക. അവൻ ജീവിതത്തിൽ പരാതി പറയുന്നില്ല, അവൻ ഒരിക്കലും പരിഭവം പറയുന്നില്ല. കുടുംബത്തെ സംരക്ഷിക്കുക എന്നതായിരുന്നു യൗസേപ്പിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തം എന്നത്. നിരന്തരം ദൈവഹിതത്തിന് കാതോർത്ത ഒരു ജീവിതം. അതാണ് ഉറക്കത്തിൽ പോലും സ്വപ്നത്തിലൂടെ ദൈവിക പദ്ധതിക്ക് കാതോർത്ത ഒരു ജീവിതത്തിനുടമയാകുവാൻ വിശുദ്ധ യൗസേപ്പിനെ പ്രേരിപ്പിച്ച ഘടകവും. അവൻ്റെ വിശ്രമ അവസരം പോലും, അവൻ്റെ ഉറക്കത്തിൻ്റെ ആഴങ്ങളിൽ പോലും ദൈവസ്വരത്തിന് കാതോർത്ത് ഉണർന്ന് ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുവാൻ ഈ ഒരു ജീവിതം നിമിത്തമായി എങ്കിൽ തൊഴിലാളികളുടെ മധ്യസ്ഥനായി സഭ ഉയർത്തി കാണിക്കുന്ന വിശുദ്ധ യൗസേപ്പ് നമ്മൾക്ക് എത്രമാത്രം വലിയ മധ്യസ്ഥനായി നിലനിൽക്കുന്നു എന്നതിലാണ് ഈ തിരുനാൾ ദിനം നാം അഭിമാനിക്കേണ്ടത്. സ്നേഹമുള്ളവരെ, സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി വിശുദ്ധ യൗസേപ്പിനെ പ്രഖ്യാപിച്ചതിൻ്റെ 150-ാം വാർഷിക ദിനത്തിൽ
വിശുദ്ധനെ പറ്റിയുള്ള സ്മരണാർത്ഥം ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ ഒരു അപ്പസ്തോലികമായ എഴുത്തുണ്ട്. പാത്രിസ് കോർദെ എന്നാണ് അറിയപ്പെടുന്നത്. ഒരു പിതാവിൻ്റെ ഹൃദയം എന്ന് അർത്ഥം. ഒരു പിതാവിൻ്റെ ഹൃദയം എപ്രകാരം ആയിരിക്കണമെന്ന് ഫ്രാൻസിസ് പിതാവ് ലോകത്തെ പഠിപ്പിച്ചത് യൗസേപ്പിന്റെ ഹൃദയ നൈർമല്യം ചൂണ്ടിക്കാണിച്ചാണ്. അവിടെ ഫ്രാൻസിസ് പിതാവ് ഇപ്രകാരം പറയും: ദൈവം നിരന്തരം പ്രവർത്തിക്കുന്നവനാണ്. അതുപോലെ യേശുവും തൻ്റെ ജീവിതകാലത്ത് നിരന്തരം ജോലി ചെയ്യുകയും പ്രവർത്തന നിരതനും ആയിരുന്നു. അതിനാലാണ് യേശു കാണാതെ പോയി കണ്ടുകിട്ടുന്ന അവസരത്തിൽ മറിയത്തിനോടും യൗസേപ്പിനോടും ഇപ്രകാരം പറഞ്ഞത്: ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യാപൃതനാകേണ്ടതല്ലയോ? പിതാവിൻ്റെ കാര്യത്തിൽ ചെറുപ്പം മുതൽ വ്യാപൃതനായിരിക്കുവാൻ വിശുദ്ധ യൗസേപ്പിനോടും മറിയത്തോടും ചേർന്ന് നിന്ന് ഒരു കുടുംബത്തിന്റെ വേദനകളും ഇല്ലായ്മകളും അറിഞ്ഞ് വളർന്നു വന്ന യേശു സ്വന്തം ജീവിതത്തിൽ തൊഴിലിന്റെ മാഹാത്മ്യം കാണിച്ചു തന്നവരാണ്. ആ തൊഴിലിന്റെ മാഹാത്മ്യം യേശുവിൽ അന്തർലീനമായി എങ്കിൽ അതിന് കാരണഭൂതനായത് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തൊഴിലിനോടുള്ള മഹത്വമാണെന്ന് ഓർക്കുക. ജനം അവന്റെ പ്രവൃത്തിയിൽ ആകൃഷ്ടനായി ഇപ്രകാരം യേശുവിനെ പറ്റി പറഞ്ഞു: അവൻ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, എല്ലാ കാര്യങ്ങളും ഭംഗിയായി ചെയ്ത യേശു, അവൻ നന്മ ചെയ്ത് ഗലീലയിലുടനീളം ചുറ്റി സഞ്ചരിച്ചു. ഈ നന്മയും ഭംഗിയായി ചെയ്യുവാൻ പ്രേരിപ്പിച്ച ഘടകമെന്നത് വിശുദ്ധ ഔസേപ്പിന്റെ ഒരു പിതാവിൻ്റെ ജീവിത മാതൃക തന്നെയായിരുന്നിരിക്കാം. അതാണ് യേശുവിലും പകർന്നു കിട്ടിയ ഈ ജീവിത മൂല്യം എന്നത്. എന്താണ് ഒരു തൊഴിൽ എന്നത്? കുടുംബത്തിൻ്റെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണല്ലോ നാം ഒക്കെ അധ്വാനിക്കുന്നതും തൊഴിൽ അന്വേഷിച്ച് അലയുന്നതും. എന്താണ് ജീവിതത്തിൽ ലഭിക്കുന്ന സമ്പത്ത്? അത് അധ്വാനത്തിൻ്റെ പ്രതിഫലനമാണ്. എന്താണ് നീ അധ്വാനിക്കുന്നത്? അതിനൊത്ത പ്രതിഫലമാണ് നിനക്ക് സമ്പത്തായിട്ട് ലഭിക്കുന്നത്. എന്താണ് നിന്റെ ആരോഗ്യവും സമ്പത്തും? നേടാവുന്നതിനും സ്വരുക്കൂട്ടാവുന്നതിനുമൊക്കെ മനുഷ്യായുസ്സിൽ ഒരു കാലഘട്ടമുണ്ട്. നമ്മൾക്ക് ആരോഗ്യമുള്ള ഒരു കാലഘട്ടം, സമ്പാദിക്കുവാനായി ദൈവം കനിഞ്ഞരുളിയ ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അധ്വാനിക്കുക, നേടുക, അതാണ് ഒരു മനുഷ്യായുസ്സിൽ ദൈവം വെച്ചു നീട്ടിയ ആരോഗ്യവും സമ്പത്ത് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം എന്നത്. അപ്പോൾ അലസത എന്നത് എന്താണ്? ദൈവികമായ ജ്ഞാനം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കും: ദൈവ സൃഷ്ടിയുടെ പരിപാലനത്തിന് എതിരെ ഉള്ള അവഗണനയാണ് അലസത എന്നത്. സുവിശേഷങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ കർഷകരുടെ ഉപമയിൽ യേശു പറയുന്ന ഉപമയുടെ സാരാംശം ഇത് തന്നെയാണ്. വ്യത്യസ്തങ്ങളായ മണിക്കൂറുകളിൽ യജമാനൻ റോഡരികിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ അലസരായി നിൽക്കുന്ന ഒത്തിരി പേരെ അവൻ കാണുന്നുണ്ട്. അവരെ എല്ലാം അവൻ വിളിക്കും: വരുവിൻ, എൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വന്ന് ജോലി ചെയ്യുക. അപ്പോൾ അവർ പറയുന്ന ഒരു മറുപടിയുണ്ട്: ഞങ്ങളെ ആരും ജോലിക്ക് വിളിക്കുന്നില്ല. അപ്പോൾ യജമാനൻ പറയും: നിങ്ങളും എൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് വരിക, അവിടെ അധ്വാനിക്കുക. പകൽ അസ്തമിക്കാറാകുമ്പോൾ ഈ യജമാനൻ ഓരോരുത്തർക്കും അവരുടേതായ അധ്വാനത്തിന്റെ തോതനുസരിച്ച് പ്രതിഫലം നൽകുന്നുണ്ട്. ആ പ്രതിഫലത്തിൽ പരാതി പറയുന്നവരെയും നാം കണ്ടുമുട്ടാറുണ്ട്. പകലിന്റെ അധ്വാനവും ചൂടും പേറി ഞങ്ങൾ രാവിലെ തുടങ്ങി അധ്വാനിച്ചിട്ടും അവസാന മണിക്കൂറിൽ വന്നവരോട് ഞങ്ങളെയും തുലനം ചെയ്തല്ലോ എന്ന്. അവിടെ യജമാനൻ പറയുന്ന ഒരു വാക്ക് നമുക്ക് ഈ ദിനം ഓർമ്മിക്കപ്പെടേണ്ടതാണ്: ഞാൻ നിങ്ങളോട് ഒരു അനീതിയും ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് അർഹമായത് വാങ്ങിക്കൊണ്ട് പൊയ്ക്കൊള്ളുക. സ്നേഹമുള്ളവരെ, അധ്വാനത്തിന്റെ മഹത്വം ലോക സമക്ഷം പ്രകീർത്തിക്കുന്ന യേശുവിൻ്റെ മാതൃക അതാണ്. നിങ്ങൾ ചെയ്യുന്നതിന് ന്യായമായ കൂലി വാങ്ങുക. ഇന്ന് പലപ്പോഴും നാം കുറ്റപ്പെടുത്താറുണ്ട് പലരെയും. ജോലി കൂട്ടുന്ന തൊഴിലാളികളുടെ പ്രവണതകള്, അലസതയോടുകൂടി തൊഴിലില്ലാതെ വീട്ടിൽ അലസതയോടെ ഇരിക്കുന്ന
ഒത്തിരിയേറെ വ്യക്തികളുടെ ജീവിതങ്ങൾ. ഇവയൊക്കെ നമ്മളുടെ മുമ്പിൽ ഈ ദിനം ചോദ്യചിഹ്നമായിട്ട് വരണം. അർഹിക്കുന്ന വേതനം നൽകാതിരിക്കുന്ന പ്രവണത, ഇതൊക്കെ ഇന്ന് ചിന്തയ്ക്കായിട്ട് വെക്കുമ്പോൾ യൗസേപ്പിന്റെ പണിശാലയും ജീവിതവുമൊക്കെ സഭ ഇന്ന് നമുക്ക് മുമ്പിൽ പ്രതിഷ്ഠിക്കുകയാണ്. ദൈവിക അധ്വാനത്തിന്റെ പ്രതിഫലനമാണ് യൗസേപ്പിന്റെ പണിശാല എന്നത്. അവിടെ നീതിപൂർവം അവൻ അധ്വാനിച്ചിരുന്നു. അവൻ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചുകൊണ്ട് ഒരു നേരത്തെ കുടുംബത്തിന്റെ വിശപ്പകറ്റുവാൻ അവൻ തൻ്റെ വിയർപ്പ് ചിന്തി അവൻ തിരുക്കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചു. കുടുംബത്തെ സ്നേഹിക്കുന്നവൻ തൊഴിലിനെയും സ്നേഹിക്കും. അവൻ ജീവിതത്തിൽ ഒരിക്കലും അലസനായി ഇരിക്കുകയില്ല. കാരണം കുടുംബത്തിൻ്റെ വിശപ്പിൻ്റെ നിലവിളി ഒരു പിതാവിൻ്റെ മനസ്സ് എപ്പോഴും അസ്വസ്ഥമാകും. കുടുംബത്തിൻ്റെ വിശപ്പകറ്റുവാൻ അവൻ ഏത് സഹനങ്ങളിലൂടെയും കടന്നുപോയി ഒരു നേരത്തെ അധ്വാനത്തിന്റെ പ്രതിഫലനമായ സമ്പത്ത് കുടുംബത്തിന് വേണ്ടി അവൻ വിനിയോഗിക്കും. അപ്പോൾ അധ്വാനത്തിന്റെ സമ്പത്ത് എപ്രകാരമാണ് നാം വിനിയോഗിക്കേണ്ടത്? ധൂർത്ത് ഒരിക്കലും ഒരു ഭവനത്തിൽ കടന്നു വന്നുകൂടാ. കാരണം ഒരു മനുഷ്യന്റെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയാണ് അവൻ ലഭിക്കുന്ന സമ്പത്ത് എന്നത്. അത് കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി വിനിയോഗിക്കുകയും കുടുംബത്തിന്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഭാര്യയുടെ സുസ്തുതിക്കും സന്തോഷത്തിനും വേണ്ടി ഒരു പിതാവ് വിനിയോഗിക്കുമ്പോഴാണ് അവന്റെ സമ്പത്ത് അതിന്റെ പൂർണ്ണതയിൽ ദൈവഹിതമനുസരിച്ച് അവൻ വിനിയോഗിക്കുന്നത്. അവിടെ ഒരിക്കലും സമ്പത്ത് ധൂർത്തായി തീർക്കരുത്. ദൈവം അഭിലഷിക്കുന്ന ഈ തിരുനാള് ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം വീണ്ടും നമ്മെ പഠിപ്പിക്കും: ഞാൻ യൗസേപ്പിനെ സ്നേഹിക്കുന്നു. മാർപ്പാപ്പ 2018 പറഞ്ഞതാണ്, ഞാൻ യൗസേപ്പിനെ സ്നേഹിക്കുന്നു. കാരണം അദ്ദേഹം ശക്തനും ജീവിതത്തിൽ നിശബ്ദനുമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ശക്തി ദൈവം നമുക്ക് അധ്വാനിക്കുവാനായി തന്നതാണ്. ജീവിതത്തിൽ നിശബ്ദത എന്ന പുണ്യം നാം കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അത് ദൈവികമായ പദ്ധതികള് ശ്രവിക്കുവാനായി നിശബ്ദതയിൽ നാം ദൈവസ്വരത്തിന് കാതോർക്കണം. അപ്പോഴാണ് യൗസേപ്പിനെ പോലെ നിദ്ര വിട്ടുണർന്ന് കുടുംബത്തെ സുരക്ഷിതത്വമായി നയിക്കുവാനും കുടുംബത്തിന്റെ സ്വപ്നവും യാഥാർത്ഥ്യവൽക്കരിക്കുവാൻ അവന്റെ ജീവിതം ഹോമിക്കുവാൻ അവന് നിമിത്തമായതും. ദൈവസ്വരത്തിന് വേണ്ടി കാതോർക്കുക. എപ്രകാരമാണ് ദൈവസ്വരത്തിന് കാതോർക്കുന്നത്? പ്രാർത്ഥനയുടെ മനുഷ്യരാകണം. ജീവിതത്തിൽ പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തുക. യൗസേപ്പിനെ പോലെ ദൈവഹിതത്തിന് കാതോർക്കുകയെന്നാൽ പ്രാർത്ഥനയുടെ വക്താക്കളാവുക എന്നാണ് അതിനർത്ഥം. യാക്കോബ് അപ്പോസ്തലന്റെ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കും: പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. പ്രാർത്ഥിക്കുന്ന അനേകം വ്യക്തികൾ നമ്മോടൊപ്പമുണ്ട്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയോടൊപ്പം ചേർക്കേണ്ടതാണ് ജീവിതത്തിന്റെ പ്രവർത്തനവും. അധ്വാനിക്കാതെ നിരന്തരം മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നത് തെറ്റാണ്. നിന്റെ പ്രാർത്ഥന ദൈവസമക്ഷം സ്വീകാര്യമാകണമെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കൊത്ത ജീവിത ശൈലിയോടൊപ്പം നീ അധ്വാനിക്കുകയും ചെയ്യണം. അപ്പോഴാണ് യാക്കോബിന്റെ ലേഖനം ഈ 2-ാം അധ്യായം 17-ാം വാക്യം നമ്മിൽ പൂർണ്ണമാകുന്നത്. പ്രാർത്ഥനയ്ക്കൊത്ത പ്രവൃത്തി. നിന്റെ അധ്വാന ഫലങ്ങളെ ദൈവം അനുഗ്രഹിക്കണമെങ്കിൽ നീ ദൈവസമക്ഷം മുട്ടിപ്പായി പ്രാർത്ഥിക്കണം. ഇന്ന് ഈ തൊഴിലാളി ദിനത്തിൽ യൗസേപ്പ് പിതാവിനെ നാം ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ തൊഴിലില്ലാതെ വിഷമിക്കുന്ന ഒത്തിരി മക്കള് നമുക്ക് ചുറ്റുമുണ്ട്. പലപ്പോഴും മാതാപിതാക്കളുടെ ഉത്കണ്ഠയും ക്ലേശങ്ങളും കണ്ണീരുമൊക്കെ മക്കളെ ഒരു നല്ല നിലയിലായി കാണുക എന്നതാണ്. ഇന്ന് വിശുദ്ധ യൗസേപ്പിന്റെ മാധ്യസ്ഥം യാചിച്ച് നമുക്കും പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ ദാമ്പത്യത്തിന്റെ പൂർണ്ണതയിൽ ദൈവസ്നേഹത്താൽ നിറഞ്ഞ് നീ നൽകിയ സമ്മാനങ്ങളാണ് ഞങ്ങളുടെ മക്കൾ. അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കാണുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മാതാപിതാക്കളുടെ ഈ കണ്ണീരിന്റെ പ്രാർത്ഥന നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി യൗസേപ്പിന്റെ പാദസമക്ഷം സമർപ്പിക്കുമ്പോൾ വിശുദ്ധ യൗസേപ്പ് പിതാവ് തൻ്റെ കരുണയുടെ
മാധ്യസ്ഥ സ്രോതസ്സിൽ നിന്ന് നിങ്ങളുടെ കണ്ണീരിന് ഒത്ത പ്രതിഫലം നിങ്ങൾക്ക് നൽകും. കാരണം ഒരു പിതാവിനൊത്ത പൂർണ്ണതയിൽ തനിക്ക് ഭരമേൽപ്പിച്ച ദൈവത്തിന്റെ മകനെ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വത്തിന്റെ നിറവിൽ സംരക്ഷിച്ച് വളർത്തി ദൈവത്തിന് നൽകിയവനാണ് ഈ പിതാവ്. അതാണ് പഴയ നിയമത്തിൽ ഒരു യൗസേപ്പിനെ നാം കാണുന്നുണ്ടല്ലോ. സ്വപ്നാടകനായ യൗസേപ്പ് ക്ഷാമത്തിന്റെ കാലഘട്ടത്തിൽ ഇസ്രായേലിന് അപ്പമായി തീരുവാൻ, ഫറവോയുടെ ധാന്യപുരയുടെ സംരക്ഷകനാകുവാൻ നിയോഗിക്കപ്പെട്ട പഴയ നിയമത്തിലെ യൗസേപ്പ് പുതിയ നിയമത്തിൽ മറ്റൊരു യൗസേപ്പിനെ ദൈവം ലോകത്തിന് നൽകുകയാണ്. ലോകത്തിന്റെ വിശപ്പകറ്റുവാൻ ദൈവത്തിന്റെ അപ്പമായ യേശുവിനെ ലോകസമക്ഷം വളർത്തി പരിപാലിച്ച് ലോകത്തിന്റെ പാപത്തിന് പരിഹാരമായി ദൈവത്തിന്റെ അപ്പമായി ലോകത്തിന് നൽകുവാൻ വലിയ ദൗത്യം പേറി ദൈവം അയച്ച വളർത്തു പിതാവിനൊത്ത ദൗത്യം പേറുന്ന യൗസേ പിതാവ്, അവന്റെ ജീവിതത്തിന്റെ നിയോഗമായിരുന്നു ഇന്ന് നൂറ്റാണ്ടുകൾക്കിപ്പുറവും തൻ്റെ പിതാവിൻ്റെ ഒത്ത വഹനീയതയിൽ ദൈവത്തിന്റെ പുത്രനെ വളർത്തി സംരക്ഷിച്ച് ലോകത്തിന് അന്നോളം ഇന്നോളം ജീവന്റെ അപ്പമായി ലോകത്തിന്റെ വിശപ്പകറ്റുവാൻ ഒരു പിതാവ് തൻ്റെ പുത്രനെ, ദൈവത്തിന്റെ പുത്രനെ വളർത്തി വലിയവനാക്കി. അതാണ് യൗസേ പിതാവിൻ്റെ ജീവിത മാതൃക എന്നത്. സ്നേഹമുള്ളവരെ, ഇന്ന് തൊഴിലാളിയായ വിശുദ്ധ യൗസേപ്പിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ മേഖലകളെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുകുടുംബത്തെ എത്ര കരുതലോടുകൂടി ഈ പിതാവ് വളർത്തിയോ അത്രത്തോളം കരുതലോടുകൂടി മാതാപിതാക്കൾ നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നിലനിർത്തുവാൻ പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൽ അലസത ഒരിക്കലും കടന്നു വരരുത്. ജീവിതത്തിൽ അധ്വാനിക്കാവുന്ന കാലത്തോളം അധ്വാനിക്കുക. പിന്നീട് വാർദ്ധക്യത്തിൻ്റെതായ നിമിഷങ്ങളിൽ പ്രാർത്ഥനയുടെ ചൈതന്യത്തോടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമൊക്കെ അനുഗ്രഹമായി തീരുന്ന ഒരു വാർദ്ധക്യം, അതല്ലേ എത്ര സുന്ദരമായ വിശ്വാസത്തിൻ്റെ ഊട്ടി ഉറപ്പിക്കൽ എന്നത്. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. യൗസേ പിതാവിനോട് നിരന്തരമായി മാധ്യസ്ഥം യാചിക്കുക. യൗസേ പിതാവേ, ഞങ്ങളുടെ തൊഴിൽ ചെയ്യുവാനുള്ള ആഭിമുഖ്യം, ഞങ്ങൾക്ക് നല്ല ആരോഗ്യവും ഞങ്ങൾ തൊഴിലിനൊത്ത സാഹചര്യത്തിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി ഞങ്ങളായിരിക്കുന്ന തൊഴിൽ സ്ഥലങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ആഗ്രഹിക്കുന്നതിനൊത്ത, അവരുടെ വിദ്യാഭ്യാസത്തിനൊത്ത തൊഴിൽ നൽകി അവരുടെ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ. അങ്ങനെ അല്ലലില്ലാതെ, വിശപ്പില്ലാതെ, അധികം ദൂർത്തല്ലാതെ ഒരു കുടുംബത്തിനൊത്ത ആധ്യാത്മികതയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ആരോഗ്യവും സമ്പത്തും നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ പ്രാർത്ഥനയായിരിക്കട്ടെ ഈ ദിനത്തിൻ്റെ വിശുദ്ധിയായിട്ട് നാം ഹൃദയത്തിൽ കോറിയിടേണ്ടത്. യൗസേപ്പിൻ്റെ മാധ്യസ്ഥം ഏവർക്കും അനുഗ്രഹപ്രദമാകട്ടെ. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ.